الحمد لله رب العالمين الذي هدانا لما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സുന്നത്തുടന്നത് പോലെ ആദ്യമായി വസിയത്ത് ചെയ്യുക. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഖൈറ ഉമ്മത്താണ്, ഉത്തമ സമൂഹമാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമമായ ഒരു സമൂഹമാണ് എന്നാണ്. അള്ളാഹുവിനും അള്ളാഹുവിന്റെ അടിയാറുകൾക്കും ഇടയിൽ അള്ളാഹു ഒരു മോഡലായിക്കൊണ്ട് മുഅ്മിനീങ്ങളുടെ സജ്ജനങ്ങളുടെ മോഡലായിക്കൊണ്ടാണ് മുസ്ലിം സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. മറ്റൊരിടത്ത് പറയുന്നത് കാണാൻ കഴിയും, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, അപ്രകാരം നിങ്ങൾ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. ലിതകൂന ശുഹദാഅ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടി. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചാൽ ഉണ്ടാകുന്ന നന്മയും സമാധാനവും എന്താണ് എന്ന് നിങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ, അതെങ്ങനെയാണ് ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്നത് സാക്ഷിയാവാൻ വേണ്ടിയാണ്.
വയകൂന റസൂലു അലൈക്കും ഷഹീദ, അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സാക്ഷിയായി ജീവിച്ചത് അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി 23 വർഷം മാത്രമാണ് ജീവിച്ചത്. ആ 23 വർഷം കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുമുള്ള എല്ലാ മനുഷ്യർക്കും അനുകരണീയമായ ഒരു ജീവിതമാണ് അള്ളാഹു റസൂൽ ജീവിച്ചത്. ഇപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖബറിലാണ്. ഖബറിന്റെ പുറത്തുള്ള നമ്മളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്താണ് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉത്തമ ഖൈർ ഉമ്മത്തും വസത എന്നൊക്കെ വിശേഷണം നൽകിയിട്ടുള്ളത്. ഈ ഉത്തരവാദിത്വ ബോധം, ഈ ഗൗരവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ ചെയ്ത നിനക്കെന്താണ്, ഞങ്ങൾ ജീവിച്ച നിങ്ങൾക്ക് എന്താണ് എന്ന ചോദ്യം ഒരു മുഅ്മിനിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഒരു മുഅ്മിനിന്റെ ജീവിതം കോപ്പിയാക്കപ്പെടേണ്ടതായിരിക്കണം. മാതാപിതാക്കളാണെങ്കിൽ മക്കൾ അവരെ കോപ്പിയാക്കണം. ഒരു മുസ്ലിം കുടുംബം അടുത്തുള്ള അമുസ്ലിം കുടുംബങ്ങള് കോപ്പിയാക്കുന്ന, അവര് പകർത്തുന്ന രൂപത്തിലുള്ള ജീവിതം. ഒരു മുസ്ലിം മഹല്ല് അടുത്തുള്ള സമൂഹത്തിന് മാതൃകയാവുന്ന രൂപത്തിൽ ഇത് നാം നിർവഹിക്കാതിരുന്നാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ മുഴുവൻ സമൂഹത്തെയും ഹാജരാക്കുമ്പോൾ അവരുടെ സാക്ഷി മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ സാക്ഷി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹു അങ്ങനെയാണ് ഒരു ഘടന വെച്ചിട്ടുള്ളത്. എല്ലാ സമൂഹവും ചെയ്യുന്ന പ്രവർത്തികൾക്ക് മുസ്ലിങ്ങൾ സാക്ഷ്യം വഹിക്കണമെന്നാണ്. ഇത് ദീനാണോ അല്ലയോ, ഇത് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുസ്ലിങ്ങൾ പറയണം. മുസ്ലിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇങ്ങനെയാണ് അള്ളാഹു വിചാരണയുടെ ഒരു ഘടന പരലോകത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മളെയാണ് ചൂണ്ടുക. ഇവരെ കണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത്, ഇവർ പറഞ്ഞതാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. മക്കൾ പറയും വാപ്പയും ഉമ്മയാണ് ഞങ്ങൾ കാണിച്ചത്. സമൂഹം പറയും ഈ പണ്ഡിതന്മാരാ ഞങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ ഓരോരുത്തരും ഉത്തരവാദിത്വ ബോധത്തോടും നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് നിങ്ങളോട് അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു ഉത്തരവാദിത്വ ബോധം മുസ്ലിം സമൂഹത്തിനുണ്ട്. സമൂഹത്തിന് ഈ ഭൂമിയിൽ സൂര്യന്റെ വെളിച്ചം പോലെ, വെള്ളം പോലെ, ഉപ്പ് പോലെ, മധുരം പോലെ ഉള്ള ഒരു ഗുണമാണ് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. ആ ഒരു എല്ലാവർക്കും അവകാശപ്പെട്ട, എല്ലാവരും മാതൃകയാക്കാവുന്ന ഒരു നന്മ നിറഞ്ഞ സമൂഹമാകണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഉത്തമ സമൂഹത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം നന്നാവാൻ ഒരുപാട് സംഗതികളുണ്ട്. ഇസ്ലാം എന്നത് ജീവിതത്തിന്റെ, ഒരു മനുഷ്യൻ ജനിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞത് മുതൽ അവൻ മരിക്കുന്നവരെയുള്ള അവന്റെ ദുനിയായ ജീവിതത്തെയും മരണശേഷമുള്ള ഉഖ്റവിയായ ജീവിതത്തെയും കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സമ്പൂർണമായ ജീവിത സംഹിതയാണ് ഇസ്ലാം എന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇസ്ലാം ഉണ്ടാകണം. അതിനെയാണ് സ്വഭാവം എന്ന് പറയുക. സ്വഭാവം നന്നാവണം. സ്വഭാവത്തിൽ വിശ്വാസമുണ്ട്, ആരാധനയുണ്ട്, പെരുമാറ്റങ്ങളുണ്ട്, ഇടപാടുകളുണ്ട്, ബന്ധങ്ങളുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്ന സംഗതിയാണ് ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. തീർച്ചയായും അല്ലാഹു മുഹ്സിനീങ്ങളെ, സജ്ജനങ്ങളെ, നല്ല മനുഷ്യരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അവൻ സ്നേഹിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായ ആരാണ് ഈമാൻ പൂർണ്ണമായവൻ, ആരാണ്? അവന്റെ താടിയെ കുറിച്ചോ, നമസ്കാര തഴമ്പിനെ കുറിച്ചോ, വസ്ത്രത്തെ കുറിച്ചോ,
അവന്റെ തൊപ്പിയെ കുറിച്ചോ മറ്റു വേഷങ്ങളെ കുറിച്ചല്ല അള്ളാഹു റസൂൽ പറഞ്ഞത്. ഈമാനിന്റെ അടയാളങ്ങളാണ് ആ പറഞ്ഞതെല്ലാം. എന്നാൽ ഈമാൻ പൂർണ്ണമായവർ ആരാണെന്നറിയുമോ? അക്മലുൽ മുഅ്മിനീന അഹ്സനുഹും അഖ്ലാഖാ. നിങ്ങൾ ഈമാൻ പൂർണ്ണമായ ആളുകള് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല മുഅ്മിനായ മനുഷ്യൻ എന്ന് അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മുടെ ഉംറയുടെ എണ്ണമല്ല, നമ്മുടെ ഹജ്ജിന്റെ എണ്ണമല്ല, അല്ലെങ്കിൽ നമ്മുടെ സകാത്തിന്റെയോ സദഖയുടെയോ കണക്കല്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഹുസ്നുൽ ഖുലുഖ് സൽസ്വഭാവമുണ്ടോ അവരുടെ നന്മയാണ് അള്ളാഹു സ്വീകരിക്കുക. സൽസ്വഭാവമില്ലാത്ത ആളുകളുടെ നന്മയെല്ലാം മറ്റുള്ളവർ പറിച്ചു കൊണ്ടുപോകും. നമ്മുടെ ജീവിതം കൊണ്ട് പ്രയാസം അനുഭവിച്ചവര് നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ സകാത്തും ഹജ്ജും ഒക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. അതുകൊണ്ട് സ്വഭാവം നന്നാക്കാതിരുന്നാൽ ദുനിയാവിൽ സമ്പാദിച്ചതെല്ലാം പരലോകത്ത് നഷ്ടപ്പെട്ട് പാപ്പരാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായ സ്വഭാവം നന്നായാൽ ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി, തീർച്ചയായും ഒരു സത്യവിശ്വാസിയായ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അവരുടെ നല്ല സ്വഭാവം കൊണ്ട് അവർ കണ്ടെത്തുന്നതാണ് ദർജത്തസ്വാഇമുൽ ഖായിം. അതെ, നോമ്പെടുക്കാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യനായിരിക്കും, രാത്രിയിൽ നമസ്കരിക്കാൻ ഉറക്കമൊഴിക്കാൻ ആരോഗ്യമില്ലാത്തവനായിരിക്കും. പക്ഷെ സ്വഭാവം നന്നായാൽ ആ നോമ്പെടുത്തവനെ പോലെ നമസ്കരിച്ചവനെ പോലെയുള്ള പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കും. അതാ അപ്പോ ഫർദ് നോമ്പൊക്കെ ചില റമദാനിനൊക്കെ അങ്ങനെ കഷ്ടിച്ച് 30 നോമ്പൊക്കെ പ്രയാസപ്പെട്ട് എടുക്കുന്ന രോഗികളും വയസ്സായവരൊക്കെ ഉണ്ടാവും. സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ള അവർക്ക് ചിന്തിക്കാനേ കഴിയാത്ത ആളുകളായിരിക്കും. അതേപോലെ തന്നെ രാത്രിയിൽ ഉറക്കമൊഴിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും, തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് എല്ലാം ഈ രാത്രി നമസ്കരിച്ചവന്റെയും നോമ്പെടുത്തവന്റെയും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് സ്വഭാവം നന്നാവുക എന്നുള്ളത്. നല്ല സ്വഭാവമാണെങ്കിൽ, ആൾക്കാരെ കണ്ട ചിരിക്കൽ നല്ല സ്വഭാവമാണെങ്കിലും ചിരി മാത്രം കൊണ്ട് സ്വഭാവം നന്നാവില്ല. ചിരിക്കകത്തുള്ള ഹൃദയം കൊണ്ട് ചിരിക്കണം, ചുണ്ടുകൊണ്ട് മാത്രം ചിരിച്ചാൽ പോരാ. ഹൃദയത്തിൽ വൈരാഗ്യവും വെറുപ്പും അമർഷവും വെച്ച് പുറമേക്കൊരു പുഞ്ചിരി സമ്മാനിച്ചാൽ അത് കാപട്യമാണ്, അല്ലെ? പണ്ടൊരു കവി പറയണ്ടായി, പുഞ്ചിരിയുടെ ചുണ്ടിലുണ്ടൊരു വഞ്ചനയുടെ ലാഞ്ചന എന്ന് പറഞ്ഞാല് പുറത്തൊക്കെ ഇങ്ങനെ ചിരിച്ചു കാണിക്കും, പക്ഷെ ഹൃദയത്തിൽ വളരെ അധികം വെറുപ്പും വിദ്വേഷവും വഞ്ചിക്കുന്ന മനസ്സാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവം നന്നായ ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരുപാട് പദവികളിൽ എന്നാണ് ഈ പറഞ്ഞത്. അടുത്തതായി അല്ലാഹു റസൂൽ പറഞ്ഞു, ബൈതുൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസന ഖുലുഖുഹു. ഏതൊരാളുടെ സ്വഭാവം നന്നായോ അവന്റെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയാണ് അവന് വേണ്ടി ഉള്ളത്. അതിനുവേണ്ടി അത് അല്ലാഹു നൽകുന്നതാണ് അവന്. സ്വഭാവം നന്നായവർക്ക് സ്വർഗത്തിന്റെ ഉന്നത അവസ്ഥയിൽ നബിമാരോടൊപ്പം ശുഹദാക്കളോടൊപ്പമുള്ള സ്ഥാനമാണ് നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് ലഭിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ അടുക്കൽ ഇഷ്ടവും സ്നേഹവും ലഭിക്കും സ്വഭാവമായ ആളുകൾക്ക്. ഇന്ന മിൻ അഹബ്ബകും ഇലയ്യ, നിങ്ങളിൽ നിന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വ അഖറബികും മിന്നീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹവും അടുപ്പവും ലഭിക്കുന്ന ആളുകൾ ആരാണെന്ന്. ഇന്ന മിൻ അഹബ്ബകും ഇലയ്യ, നമ്മൾ നബിനെ കണ്ടിട്ടില്ല, കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നമുക്ക്. നബിയോടൊന്ന് സലാം പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ അവിടത്തേക്ക് എന്തെങ്കിലും ഒരു നയാ പൈസ കൊണ്ട് സഹായിക്കാനോ അവിടെ വന്ന് സ്നേഹിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ റസൂലുള്ളാഹി ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് പോലെയുള്ള സഹാബത്തിന്റെ കൂടെ നബിയുടെ അയൽക്കാരായി ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബകും ഇലയ്യ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. വ അഖറബികും മിന്നി മജ്ലിസാ യൗമൽ ഖിയാമ, നാളെ അന്ത്യദിനത്തിൽ എന്റെ മജ്ലിസിൽ, എന്റെ സദസ്സിൽ, എന്റെ പ്രിയപ്പെട്ട സഹാബാക്കളോടൊപ്പം എനിക്ക് ഇടം കിട്ടുന്ന ആളുകള്
ഏറ്റവും അടുത്ത ആളുകള് നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നബിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഒക്കെ ഉള്ള ആ മജ്‌ലിസിൽ സ്ഥാനം കിട്ടും, നബിയുടെ സ്നേഹം കിട്ടും. എന്തുണ്ടാവണം? സ്വഭാവം നന്നാവണം. എന്നാൽ നോക്കൂ, അപ്പൊ എന്താ ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ? ഇതെങ്ങനെ ഇപ്പൊ നന്നാക്കുക അല്ലെ? അതാണ് പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞത് ആരാധനയിൽ സ്വഭാവമുണ്ട്. അവന്റെ സ്വഭാവം എന്നാലേ അവന്റെ സ്വഭാവം എങ്ങനെ അറിയും? നിസ്കാരം വിട്ടുള്ള കളി അവനേക്കില്ല. നിങ്ങൾ എന്ത് തന്നെ ആയാലും ശരി, നിസ്കാര സമയത്ത് അവനെ നോക്കണ്ട. വെള്ളിയാഴ്ചയാണോ മൂപ്പര് അവിടെ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലുണ്ട്. അതാണ് അവന്റെ സ്വഭാവം. ഇങ്ങനെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആരാധനയിലും വിശ്വാസത്തിലും എല്ലാത്തിലും നിലനിൽക്കുന്ന സംഗതിയാണ്. അതാണ് സ്വഭാവം അല്ലെ? ഒരാള് ഇങ്ങനെ പോകുമ്പോ തുണി ഇങ്ങനെ മടക്കി ഇങ്ങനെ കുത്തി കാലിലെ തുടയൊക്കെ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് സ്വഭാവമാണ്, എന്തത് ഇങ്ങനത്തെ സ്വഭാവം പറയാറില്ല നമ്മള്. അപ്പൊ സ്വഭാവത്തിൽ എന്തുണ്ട്? വസ്ത്രത്തിൽ സ്വഭാവമുണ്ട് അല്ലെ? സ്വഭാവം പറഞ്ഞപ്പോൾ നിങ്ങളെ പോലെ അങ്ങാടിയിൽ ബഹളം വെക്കുന്ന ആളല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ അങ്ങാടിയിലെ ബഹളം വെക്കൽ എന്താ? മോശമായ സ്വഭാവമാണ് അല്ലെ? അങ്ങാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത തർക്കിക്കുക, അവന് ബഹളം ഉണ്ടാക്കുക. അങ്ങനെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നു. നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിവേകമുള്ളവനാണ് സത്യവിശ്വാസി. വിവേകം എന്ന സംഗതി അത് മനുഷ്യന് അല്ലാഹു കൊടുത്തതാ. അത് മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാവണം. എന്താ വിവേകം? ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ വിവേകം അധികം ആൾക്കാർക്കും ഉണ്ടാവൂല. വിവേകം കുറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവുക. എന്താ വിവേകം എന്ന് പറഞ്ഞാൽ? ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് പെരുമാറുക, മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക, മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. ഇതാണ് വിവേകം എന്ന് പറയുന്നത്. എന്താ ശരി എന്താ തെറ്റെന്ന് കേൾക്കുമ്പോഴത്തേനോട് ചാടി പുറപ്പെടില്ല, അത് വിവേകമല്ല, അത് വിവേകമല്ല. അതാര് പറഞ്ഞാലും, മതത്തിന്റെ കാര്യമാണെങ്കിലും ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ഈ ചാടിക്കളിക്കുന്ന ഒരു സ്വഭാവമില്ല. അല്ലെങ്കിൽ ധൃതി, അക്ഷരമില്ല ശൈത്താൻ. അവർ ധൃതി ശൈത്താനിൽ നിന്നുള്ളതാണ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല. പരലോകത്തിന്റെ കാര്യത്തിൽ ധൃതി കാണിക്കണം. അപ്പൊ ഹജ്ജിനൊക്കെ ആളുകളൊക്കെ ഒരുങ്ങിയിരുന്നു. അള്ളാഹു അവർക്കെല്ലാം മബ്രൂറുമായി ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഹജ്ജൊക്കെ ചെയ്യാനുള്ള സാമ്പത്തികവും അവസരം വന്നാൽ പിന്നെ താമസിക്കുന്നത് എത്രയും വേഗം പോകണം. ഹജ്ജിന് ധൃതി കാണിക്കണം. നമസ്കരിക്കാൻ ബാങ്ക് കൊടുത്താൽ ധൃതി കാണിക്കണം. നോമ്പ് തുറക്കേണ്ട സമയത്ത് ധൃതി കാണിക്കണം. സകാത്ത് കൊടുക്കാനുള്ള സമയമെത്തി പൈസയായി ഏറ്റവും സകാത്ത് കൊടുത്തു വിട്ടണം. ഇങ്ങനെ ധൃതി കാണിക്കേണ്ട വിഷയമുണ്ട്. പരലോകത്തിന്റെ വിഷയത്തിൽ ധൃതി കാണിക്കണം. എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിൽ ഒന്ന് അവധാനതയോടെ ക്ഷമയോടെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കടത്തിലും പ്രയാസത്തിലും അപമാനത്തിലും ദുരിതത്തിലും മാനക്കേടിലൊക്കെ ആക്കി കളയുമത് എന്നാണ്. അതുപോലെ തന്നെ പരസ്പരമുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ കോപം വരുമ്പോ നീ അടക്കി നിർത്തണം, ദേഷ്യം വരുമ്പോ അടക്കി നിർത്തണം. ഇന്നത്തെ യൂത്തിന് അത് കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ? കുറച്ച് ക്ഷമ കുറവാ. എല്ലാത്തിനും സമ്പാദിക്കുന്നതിന് ക്ഷമ കുറവ്. പെട്ടെന്ന് പണക്കാരനാവണം, പെട്ടെന്ന് എല്ലാം കിട്ടണം. അപ്പൊ അതിനെന്താ വഴി? അതിനെന്ത് ചീറ്റിംഗ് ചെയ്താലും ശരി, ഞാൻ എനിക്കോ പൈസ കിട്ടും. ആരൊക്കെ കൊട്ടേഷനിൽ പോയാലും ശരി, അല്ലെങ്കിൽ ഗോൾഡ് ബ്രേക്കിങ്ങിലോ, അല്ലെങ്കിൽ കുഴൽപ്പണത്തിലോ, ഡ്രഗ്സ് മാഫിയയിലോ, എന്തില് വേണമെങ്കിലും പോകാൻ തയ്യാറാ. പെട്ടെന്ന് കുറെ പൈസ കിട്ടും. അവനെ പോലുള്ള ബൈക്ക് എനിക്ക് വേണം, ഇവനെ പോലുള്ള കാർ എനിക്ക് വേണം, അവനത് പോലുള്ള വീട് എനിക്ക് വേണം. ഇങ്ങനെ ഇതിനു വേണ്ടി എന്ത് ചെയ്യും? അപ്പൊ സമ്പാദിക്കാനുള്ള ഇത് ക്ഷമല്ല. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പെരുമാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ചതേ സ്പോട്ടിൽ മറുപടി, അതേ ഭാഷയിൽ, അതേ സ്ട്രോങ്ങിൽ. അത് മുഅ്മിന്റെ സ്വഭാവമല്ല. നമുക്ക് ഇഷ്ടമില്ലാതെ പലരും പറയും, പ്രവർത്തിക്കും. ആ സമയത്ത് ക്ഷമിക്കണം. അതാണ് മുഅ്മിൻ. അതേപോലെ തിരിച്ചു പറഞ്ഞാൽ, അതുപോലെ തിരിച്ചു ചെയ്താൽ മുഅ്മിനാവില്ല. മുഅ്മിന്റെ സ്വഭാവമല്ല, നല്ല സ്വഭാവമല്ല അത് പിശാചിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഒരു ക്ഷമ ഉണ്ടാവുക. ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുക. നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ വിട്ടുകൊടുക്കുക എന്നാണ് പറഞ്ഞതിനർത്ഥം.
അല്ലെങ്കിൽ വിട്ടുവീഴ്ചന്റെ ആവശ്യമില്ലല്ലോ. നമ്മളോട് ആരെങ്കിലും മോശമായി ഏത് രംഗത്തിൽ തെറ്റ് ചെയ്താലും അതൊക്കെ എന്ത് ചെയ്യുക? വിട്ടുവീഴ്ച സ്വഭാവം ഉണ്ടാവുക, വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. അത് വിവേകമുള്ളവർക്കേ പറ്റൂ. അതിനൊക്കെ വിവേകം എന്ന് പറയാം അല്ലെ. ഇത്ര വിവേകമില്ല നിനക്ക്, ചെറിയ നിന്നെക്കാൾ അത്ര ചെറുതാ, നീ ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ? ആൾക്കാർ സംഭവം ഉണ്ടായി അങ്ങനെ ചോദിക്കുക അല്ലെ. ആരെങ്കിലും എന്നിട്ട് പറയുമ്പോൾ നീ അങ്ങനെ ചെയ്യല, നിനക്ക് എന്താ വിവേകല്ലേ? ചോദിക്കൂലേ? അപ്പൊ കാര്യങ്ങളൊക്കെ ലിസാനുൽ മുഅ്മിനി അമാമൽ ഖൽബിന, പണ്ഡിതന്മാരെ പറഞ്ഞത് ലിസാനുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ നാവ് അമാമൽ ഖൽബി എന്താണ്? അല്ല, വറഅൽ ഖൽബി, അത് ഹൃദയത്തിന്റെ പിന്നിലാണ് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചിട്ടേ നാവ് ഉപയോഗിക്കും. എന്നാൽ ലിസാനുൽ കാഫിരി അമാമൽ ഖൽബി, കാഫിറിന്റെ നാവ് അത് ഹൃദയത്തിന്റെ മുന്നിലാണ്, ചെയ്തിട്ട് ചിന്തിക്കുള്ളൂ, പറഞ്ഞിട്ട് ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ ഞാൻ ആരോടാ പറയുന്നത്, എന്താണ് ഈ വിഷയം, ഇത് ചിന്തിച്ചിട്ട് വേണം ഒരു മുഅ്മിൻ ഉപയോഗിക്കാൻ. അതിന് വിവേകം എന്ന് പറയുക. പറഞ്ഞിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, പറ്റിപ്പോയി, പിന്നെ മാപ്പ് ഉപയോഗിക്കുക, കീഴടങ്ങി നിവൃത്തിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്വഭാവം മുഅ്മിനീങ്ങൾക്ക്, പ്രത്യേകിച്ച് യൂത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അത് ചിന്തിക്കുന്ന വിവേകം കാണിക്കണം. അതുപോലെ തന്നെ സൂറത്ത് അറാഫ് എന്ന് പറയുകയാണ്, വിവരമില്ലാത്ത ആളുകളെ, അവിവേകികളായ ആളുകളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവര് പറയുന്നത് നിനക്ക് എന്ത് ചെയ്യില്ല, ഒക്കെ ഉത്തരം പറയാനും അതിനൊക്കെ പിന്നെ പോകാൻ നിൽക്കില്ല. വിവരമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്താൽ പറഞ്ഞ് അതൊക്കെ തള്ളിക്കളയുക. അത് തല്ലുപിടിക്കാനും അതിന് മറുപടി പറയാനും അതിന് പിന്നാലെ നടക്കാനും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ജാഹിലീങ്ങളായ വിവരമില്ലാത്ത ആളുകൾ പറയുന്ന കാര്യങ്ങളോട് ഒരു വിവേകം കാണിക്കണം. അതിനെ നിങ്ങൾ ഏറാതെ ചെയ്യണം, അവഗണിക്കണമെന്നാണ്. അതേപോലെ തന്നെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് സൗമ്യത. ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവണം നമ്മുടെ പെരുമാറ്റത്തിൽ. ഒരു റഫ് ആകാൻ പാടില്ല മുഅ്മിൻ, റഫ് സ്വഭാവമുള്ളവനാകാൻ പാടില്ല. ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും, സൗമ്യത ഉണ്ടാവണം. ഇന്നല്ലാഹ റഫീഖുൻ, തീർച്ചയായും അള്ളാഹു സൗമ്യനാണ്. ആരാ? അള്ളാഹ്. ഈ അണ്ടകടാഹങ്ങളൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ നാഥൻ സോഫ്റ്റാണ്. അപ്പൊ നമ്മൾ എത്ര സോഫ്റ്റ് ആകണം? അതുകൊണ്ട് നമ്മളൊരു റഫീഖ് ആകണം. റഫീഖ് എന്ന് പേരിട്ടാൽ മാത്രം പോരാ, റിഫ്ഖ് ഉണ്ടാകണം. അതെല്ലാവർക്കും ഉണ്ടാവേണ്ട ഗുണമാണ് റിഫ്ഖ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സൗമ്യത ഉണ്ടാവണം എന്നാണ്. ഇന്നല്ലാഹ റഫീഖുൻ, തീർച്ചയായും അല്ലാഹു റഫീഖാണ്. യുഹിബ്ബു റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി, എല്ലാ വിഷയത്തിലും എല്ലാ കാര്യത്തിലും സൗമ്യമായിട്ടുള്ള ഇടപെടലുകളും പ്രവൃത്തികളുമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ വൈരാഗ്യത്തിന്റെ, ഈഗോന്റെ, അതേപോലെ തന്നെ കിബിറിന്റെ, അഹങ്കാരത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ കാര്യത്തിലും റിഫ്ഖ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കും, അങ്ങനെ ചാടി വരില്ല. അവിടെ തന്നെ ഇരിക്കും, അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ചാടി വരാൻ പാടില്ല കേട്ടോ. ഇവിടെ സഫുകളൊക്കെ ഒന്ന് അടുത്തിരുന്നേ. ഈ സഫുകൾക്കിടയിൽ ഇവിടെ വിട്ട് ആളുകൾക്ക് ഡോറിനടുത്തിരിക്കുന്ന ആൾക്കാർ ഒന്ന് ഇരുന്നേ, ശരിക്കും ഒന്ന് അടുത്തിരിക്കും. ഒരാളിങ്ങനെ കയറിയിരിക്കും. ഇപ്പോഴേ വരുന്ന ആളുകൾ മുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഇവിടെ നിസ്കരിച്ച് നന്മ കിട്ടൂലല്ലോ. നമ്മളെ കാരണം ഒരാളെ നന്മ നഷ്ടപ്പെടില്ലേ. നമുക്ക് സഫുകളൊക്കെ ഒന്ന് അടുത്തിരുന്നിട്ട് സഫിൽ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റിഫ്ഖ് ഉണ്ടാവണം സ്വഭാവത്തിൽ എന്നാണ്. അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവണം നമുക്ക്. എന്ന് വെച്ചാൽ ഒരാൾ തെറ്റ് ചെയ്തു, മനുഷ്യൻ തെറ്റ് പറ്റും, തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് വിട്ടുകൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് ഒരു മനുഷ്യൻ മൂത്രമൊഴിച്ചു. പള്ളിയിൽ മൂത്രമൊഴിച്ച് എന്തായിരിക്കും അവസ്ഥ എന്ന് വെച്ചേക്കും. പള്ളിയിൽ വന്നിട്ട് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്നും ഒരാൾ മൂത്രമൊഴിച്ചു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളൊക്കെ എന്ത് ചെയ്തു? ഇവനപ്പം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ വിട്ടുകളയും, വിട്ടേക്കവനെ, അവന് മൂത്രം മുഴുവൻ ഒഴിക്കട്ടെ, ഒഴിച്ചു കേട്ടെ, ഇപ്പൊ പിടിക്കല്ലേ. മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, കുറെ വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴുക്ക്. നമ്മളതുപോലെ പായും കാർപ്പറ്റൊക്കെ ഒന്നുമില്ല, അത് മണ്ണാണ്.
അപ്പൊ വെള്ളം ഒഴുക്ക്, ധാരാളമായി വെള്ളം ഒഴുക്ക്, അതങ്ങ് ശരിയായി പോയിക്കോളും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റസൂൽ പറഞ്ഞു, എന്നെ അള്ളാഹു അയച്ചിട്ടുള്ളത് നിശ്ചയമായും കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ അയച്ചിട്ടുള്ളത്. പ്രയാസപ്പെടുത്താൻ, ഞെരുക്കമുണ്ടാക്കുന്ന അവസ്ഥയിൽ എന്നെ അള്ളാഹ് അയച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് അറിവില്ലായ്മ. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് പള്ളിയാണ്, അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ സ്ഥലമാണ്, പുറത്തൊഴിക്കാനും പാടില്ല, അത് പുറത്തൊഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ ഉപദേശിച്ചു. കാരണം എന്താണ്? ആദ്യമായിട്ട് ഇസ്ലാം അറിയാതെ വന്നൊരു മനുഷ്യനാണ്. അയാൾക്ക് പള്ളിയുടെ നിയമങ്ങളോ പള്ളി ചെയ്യാമെന്ന് അറിയില്ല. ചിലപ്പോൾ കുറച്ച് വിവരക്കുറവുള്ള ആളായിരിക്കാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം വലിയ ഒരു വിഷയമാണ്. ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലത്താണ്. ഇപ്പം ആരും വന്നിട്ട് പള്ളിയിലൊന്നും വൃത്തിയോട് കാണിക്കരുത്. അതൊക്കെ ആദ്യമായിട്ട് വന്ന മുസ്ലിങ്ങൾ, അവർക്കൊന്നും അറിയില്ല. ഇപ്പൊ നമ്മളൊക്കെ മദ്രസയെ പഠിച്ചു വരുന്ന ആളുകളാണ്. അതുകൊണ്ട് പള്ളിയെ ബഹുമാനിക്കണം, പള്ളിയുടെ ആദരവ് സൂക്ഷിക്കണം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിൽ ഷോളൊക്കെ ഉണ്ടായിരുന്നു. ആ ഷോള് ഒരു തണുപ്പിന് ഉപകരിക്കുന്ന നല്ല കട്ടിയുള്ള ഒരു കരിമ്പടമായിരുന്നു, റഫായിട്ടുള്ള നൂലായിരുന്നത്. അപ്പോൾ ഒരു അറാബി അഥവാ ഒരു ആദിവാസി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരികയും അങ്ങനെ റസൂൽ അങ്ങനെ പോകുമ്പോൾ പിന്നിൽ നിന്ന് ഈ ഷോള് പിടിച്ചുകൊണ്ട് വലിച്ചു. അപ്പൊ റസൂലുള്ളാഹിന്റെ കഴുത്തിൽ ആ ഷോൾ ഇങ്ങനെ ടൈറ്റായി വരതി എന്ന് പോയി. റസൂലുള്ളാഹിന്റെ കഴുത്തിൽ ചുവന്ന അടയാളം ഉണ്ടായിരുന്നു എന്ന് സ്വഹാബത്ത് പറയാം. നല്ല വേദനയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ സ്വഹാബികളൊക്കെ അയാൾ അടിക്കാനും കൊല്ലാനൊക്കെ ഉള്ള തീരുമാനം. റസൂലുള്ളാഹി പറഞ്ഞു, എന്ത്? എന്നിട്ട് അയാൾ പറയണം, എന്താ പറയുന്നത്? വിളിച്ചിട്ട്, യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലാഹി അല്ലദി ഇൻദക, അല്ലാഹ് നിനക്ക് കുറെ സ്വത്തൊന്നുണ്ടല്ലോ, അത് കുറച്ചെനിക്ക് തരാൻ പറയും, കുറച്ചെനിക്ക് കൊണ്ട എന്ന് പറയണം. നീ മാത്രം എടുക്കല്ലേ, എനിക്കും കുറച്ച് കൊണ്ട എന്ന് പറഞ്ഞു. കാരണം എങ്ങനെ വർത്താനം പറയേണ്ടത്, എങ്ങനെ ചോദിക്കേണ്ടത് ഒന്നും അറിയില്ല ആ മനുഷ്യന്. അപ്പൊ അയാളുടെ രീതി അതാണ്. അയാളങ്ങനെ ചോദിച്ചു. അപ്പോ നബി അയാളുടെ തിരിച്ചു നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു, ചിരിച്ചു. അയാൾ നോക്കിയിട്ട് ചിരിച്ചു. നബിക്ക് നല്ല വേദന ഉണ്ട്, കണ്ണെന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നബി നോക്കിയിട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കൂടെയുള്ള സഹാബിയോട് പറഞ്ഞു, ഒന്നും ചെയ്യരുത്, നിങ്ങൾ കയ്യിലുള്ളത് അയാൾക്ക് കൊടുക്ക്, ദാനം കൊടുക്ക്, സദഖ കൊടുക്ക് എന്ന് പറഞ്ഞ ആൾക്ക് സദഖ കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുകയുണ്ടായി. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. നോക്കൂ, അള്ളാഹുവിന്റെ അന്ത്യദിനത്തിനെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞതിനർത്ഥം അത് നബിക്ക് മാത്രമുള്ള സംഗതിയില്ല. നമ്മളോട് വളരെ മോശമായ രൂപത്തിൽ ആളുകൾ പെരുമാറിയേക്കാം, അപ്പോഴൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് അവിടെ കാണിച്ചിരുന്നത്. അതേപോലെ തന്നെ സൽസ്വഭാവത്തിൽ പെട്ടതാണ് ഹയാ, ലജ്ജ. ലജ്ജയുണ്ടാവണം നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു ക്ഷയമുണ്ടാവണം. അൽ ഹയാഉ കുല്ലുഹു ഖൈറുൻ, ലജ്ജ മുഴുവനും നന്മ നിറഞ്ഞതാണ് എന്ന് റസൂൽ പറയുകയുണ്ടായി. ലജ്ജ ചില ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടല്ലോ, ഉമ്മാടി ഉപ്പാടിയ മുമ്പില് സെക്സൽ വേർഡ്സുകൾ ഉണ്ടല്ലോ, അതൊന്നും പറയാനൊരു മടിയില്ല. അതായത് ദാമ്പത്യപരമായ അങ്ങനെയുള്ള ലൈംഗികമായ ചുവയുള്ള സംസാരങ്ങൾ ഇതൊക്കെ ഉമ്മാടി പാപ്പാടേക്ക് മുമ്പിൽ പറയാം. അത് ഒരു നാണം എന്ന സംഗതി ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കണം. അന്ത്യദിനം അടുത്താൽ അള്ളാഹു ഹയാഇനെ എടുത്തു കളയും എന്ന്. പരസ്പരം സംസാരിക്കുമ്പോഴും നമ്മുടെ കാലത്ത് നമ്മളൊന്നും പറയാൻ മാനം കെട്ടിരുന്ന വാക്കുകളൊക്കെ കുട്ടികൾ സുലഭമായിട്ട് എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. ചില പെൺകുട്ടികൾ ചാറ്റ് ചെയ്ത വീഡിയോകളൊക്കെ ലീക്കായിട്ട് അതൊക്കെ വന്നിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ അല്ലാഹുവേ തൊലി ഉരിഞ്ഞു പോകുന്ന രൂപത്തിൽ സ്ത്രീകൾ സ്ത്രീകളോടാണെങ്കിലും പുരുഷന്മാരോടാണെങ്കിലും പരസ്പരം സംസാരിക്കുന്നത് മുഅ്മിനാണോ സഭ്യത ഉണ്ടാവണം, നല്ല വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. വൃത്തികെട്ട സംസാരങ്ങളും രീതികളും ലൈംഗിക ചുവയുള്ള സെക്സ്വൽ ആയിട്ടുള്ള വേർഡ്സുകളും രീതികളൊന്നും പറയാൻ പാടില്ല. അത് ഈമാനില്ലാത്ത ലക്ഷണമാണ്. ഉമ്മാനോടും പാപ്പാനോടും സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് രീതിയുണ്ട്. റെസ്പെക്റ്റഡ് ആയ വാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വാപ്പാനോടും ഉമ്മാനോടും, മുതിർന്ന താത്തയോടും ഇക്കയോടും, അതുപോലെ വയസ്സിന് മുതിർന്ന ആളുകള്, അറിവ് കൊണ്ട് മുതിർന്ന ആളുകള്, സ്ഥാനം കൊണ്ട് മുതിർന്ന ആളുകള്, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ബഹുമാനത്തിന്റെ സ്നേഹത്തിന്റെ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോഴും വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. സംസാരത്തിന് പെരുമാറ്റത്തിലൊക്കെ അതുപോലെ നടത്തത്തിൽ ഉണ്ടാവണം.
പെൺകുട്ടികളൊക്കെ മക്കനിടൽ ഇപ്പൊ എങ്ങനെയാ? ഹയാ ഇല്ലാത്ത രൂപത്തിലാ. എന്തിനാ മക്കനിടാൻ പറഞ്ഞത്? തലയുടെ മുടി മറയ്ക്കാൻ വേണ്ടി മാത്രല്ല, മറിച്ച് മാറ് മറയ്ക്കാനാണ്. നെഞ്ചിലേക്ക് വയറിനടുത്തേക്ക് താഴ്ന്നു കിടക്കുന്ന രൂപത്തിൽ മക്കനിടണം. ഇപ്പൊ ഇടൽ എങ്ങനെയാ? ഇപ്പൊ എങ്ങനെ ഒരു ഇടല? ഈ ഊട്ടിയിലൊക്കെ പണ്ട് ആൾക്കാർ തണുപ്പിന് കഴുത്തു കൂടെ മഫ്ലയർ ഇടുമായിരുന്നു, ഒരു ഷോള്, ഒരു മഫ്ലയർ ഇടല്. അതേപോലെ പെൺകുട്ടികൾ തട്ടിടല്. എന്നെ തട്ടിടുന്നത്? എന്നിട്ട് അവരുടെ ശരീരത്തിന്റെ ആ സ്ട്രക്ചർ മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ ഒരു ഹയാവില്ല, അതൊരു മാനക്കേടില്ല, അതെങ്ങനെ നടക്കുക? അങ്ങനെ പാടില്ല. നമ്മുടെ ശരീരത്തിലെ സ്ട്രക്ചർ മറ്റുള്ളവർക്ക് അളക്കാൻ കഴിയുന്ന നോക്കാവുന്ന രൂപത്തിൽ നടക്കാൻ പാടില്ല. അത്തരം ആളുകൾക്ക് അല്ലാതെ പാപം പുറത്തു കൊടുക്കില്ല, അവരുടെ മുഖത്ത് പോലും നോക്കില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് മക്കളൊക്കെ പുറത്തിറങ്ങുമ്പോ ശരിക്കും നെഞ്ഞൊക്കെ മറച്ചിട്ട് പോകുന്നതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അത് ഹയാഇന്റെ ഭാഗമാണ്. ഹയാ ഇല്ല, എന്ത് നാണം കെട്ടതാണ്, ആരാണ് എന്റെ വാപ്പാന്നൊക്കെ ചോദിക്കുക. കുട്ടികളോടൊന്നും പറയാൻ പറ്റൂല. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പോസ്കോ കേസായി, അല്ലെങ്കിൽ സദാചാര പോലീസായി, പ്രശ്നമായി. പിന്നെ പോലീസ് നമ്മളെ പിടിച്ചിട്ട് പോവാ. അവിടെ കുട്ടികളെ വാപ്പാരാ നോക്കിയിട്ട് വാപ്പാരെന്ന് ഉപദേശിക്കുക, അത് നിവൃത്തിയുള്ളൂ. അപ്പൊ അങ്ങനെ ഹയാ ഉണ്ടാവണം. അത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്, നല്ല സ്വഭാവത്തിൽപ്പെട്ടത്. അതുപോലെ തന്നെ നോട്ടം, കേൾവി, നോക്കുന്നതൊക്കെ എന്ത് ചെയ്യുക? അന്യപുരുഷ സ്ത്രീകളെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നോക്കാൻ പാടില്ല, അവരെ തൊടാൻ പാടില്ല. ഇപ്പൊ കോളേജിലെ കുട്ടികളൊക്കെ ഫാഷന്റെയും അതുപോലെ തന്നെ ഈക്വലൈസേഷന്റെ ഒക്കെ പേര് പറഞ്ഞ് +2 പഠിക്കുന്ന, ഡിഗ്രി പഠിക്കുന്ന കുട്ടികളൊക്കെ ആണുങ്ങൾ പെണ്ണുങ്ങളെ തോളിൽ കയറ്റും, പെണ്ണുങ്ങൾ ആളെ തോളിൽ കയറ്റും, മടി കയറി ഇരുന്നിട്ടൊക്കെ രീതികളാണ്. ഇതൊന്നും ഇസ്ലാമികമല്ല, ഇതൊന്നും സദാചാരമല്ല, ഇതൊന്നും ഹയാ ഉള്ള മുഅ്മിനീങ്ങൾക്ക് യോജിച്ചല്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം മക്കളോട് അത്തരം കാര്യങ്ങളൊക്കെ. ഇങ്ങനെ സ്വഭാവം നന്നാക്കണം. അതുപോലെ തന്നെ വിനയമുള്ള സ്വഭാവം ഉണ്ടാകണം. എല്ലാവരോടും താഴ്മ കാണിക്കുന്ന വിനയമുള്ള സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്വഭാവം നന്നാവുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസം അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ പരിപൂർണമായി ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ മുത്തഖികളായി മുസ്ലിമായിക്കൊണ്ട് മാത്രം ഈ ലോകത്തിന് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടുന്ന പോലെ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ജീവിതം മുഴുവൻ സൽസ്വഭാവമായിരിക്കണം എന്നാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞാണ്. അതുപോലെ തന്നെ പ്രയാസങ്ങൾ ക്ഷമിക്കുന്ന ഒരു സ്വഭാവമാണ്. പ്രയാസങ്ങൾ തരുമ്പോൾ വേഗം സൂയിസൈഡ് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടി വരിക. അതുപോലെ തന്നെ വിവാഹപ്രായമാകുമ്പോഴത്തേക്കും ആയാൽ എന്ത് ചെയ്യുന്നു? ക്ഷമയില്ലാതെ തനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വിവാഹം കഴിഞ്ഞ് കുട്ടികളുള്ള സ്ത്രീകൾ പോലും പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ജീവിതത്തിന്റെ പല പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ്, ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ വലാ മുഅ്മിന വൽ മുഅ്മിന. മുഅ്മിനായ സ്ത്രീയെയും പുരുഷനെയും അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി. അവരുടെ ജീവിതത്തിൽ, അവരുടെ ശരീരത്തിലും അതുപോലെ അവരുടെ മക്കളിലും അവരുടെ സമ്പത്തിലുമൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ, പരിഹസിക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, സാമ്പത്തികമായ ക്രൈസിസ് എല്ലാം വരും ജീവിതത്തിൽ. പ്രത്യേകിച്ച് മുഅ്മിനുകൾക്ക്, വിശ്വാസികൾക്ക്. ഒരു ഇതിലൊക്കെ ക്ഷമിച്ചൊരു തെറ്റും ചെയ്യാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരെ അതുണ്ടാവുമെന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതം സുഖം മാത്രമല്ല, ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന ക്ഷമയോടുകൂടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൽ നിന്ന് മോചനാകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെയും നമ്മയും അള്ളാഹു മാറ്റുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ രോഗികളായ ധാരാളം ആളുകൾ അവർ രോഗത്തുള്ള ശിഫ നൽകുമാറാകട്ടെ. ഒരു ഇസ്ലാമികമായ ദീനി ദഅവ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലെ 15 വയസ്സായ ഒരു വിദ്യാർത്ഥി
ഹാർട്ട് സംബന്ധമായ രോഗം കൊണ്ട് അത്യാസന്ന നിലയിലാണെന്ന് നമ്മൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ധാരാളം ആളുകൾ ഹോസ്പിറ്റലുകളും വീടുകളിലും ചികിത്സ തേടുന്നവരൊക്കെ അള്ളാഹു എല്ലാവരുടെയും രോഗത്തിന് കൃത്യമായ മരുന്ന് നൽകി പരിപൂർണ ഷിഫ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബങ്ങൾക്കെല്ലാം അള്ളാഹു സമാധാനവും ധൈര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشفي حلقنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وعلى آله وصحبه.